അറിയുവാ. ഒന്നും പറയാനില്ല. യെസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാടമുട്ട അൽഫാം. ഉണ്ടാക്കി വയ്ക്കാലോ. യെസ്, ദേ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ കാടക്കുട്ടന്മാരെ പുഴുങ്ങാനായിട്ട് ഇടാം. അതാണ് ആദ്യത്തെ പണി. നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് തീയൊക്കെ കത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു മാക്സിമം ഒരു 5-6 മിനിറ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ കാടമുട്ട പുഴുങ്ങി കിട്ടും. പുഴുങ്ങി കിട്ടുമ്പോഴേക്കും നമുക്ക് മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി അരക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ സാധനങ്ങൾ ഉണ്ടാക്കാൻ പോകാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് മല്ലിയില, പിന്നെ വേണ്ടത് പുതിനില, പിന്നെ വേണ്ടത് സവാള, അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും വേണം. പിന്നെ പുളിക്ക് തക്കാളി അധികം ആവരുത്. അതുപോലെ തന്നെ വേണ്ടതാണ് നമുക്ക് കൊച്ചുള്ളി, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളൂ. പിന്നെ വേണ്ടത് മുളക് പൊടി, സ്വല്പം ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ വേണ്ടതാണ് സ്വല്പം ഗരം മസാല, പിന്നെ സ്വല്പം ഉപ്പ്. ഇതെല്ലാം കൂട്ടി നമുക്ക് കൊണ്ടുവന്ന് അരച്ചിട്ട് വരാം. ഇതാണ് നമ്മുടെ മസാല, നമ്മുടെ കാടമുട്ട അൽഫാമിനുള്ള മസാല. ഇത് അരച്ചിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാൻ പോണത്. ഓക്കെ. യെസ്, നമുക്കിത് കഴിഞ്ഞിട്ട് പയ്യൊന്ന് മുട്ടയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് പുഴുങ്ങിയ മുട്ട പയ്യൊന്ന് വറുത്തിട്ട് അതിനകത്ത് മസാല ഇട്ടിട്ടാണ് നമ്മൾ ഇത് അൽഫാമിൻ്റെ ആ രീതി ആക്കിയെടുക്കാൻ പോണത്. അതിനാദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ, എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് മുളക് പൊടി ഇടുക. നമ്മൾ പുഴുങ്ങി തൊലിയെ കളഞ്ഞ് റെഡിയാക്കി വെച്ച മുട്ട അതങ്ങോട്ട് പയ്യെ വെന്ത് തുടങ്ങുമ്പോഴേക്കും ഇടാണ്. എണ്ണ ഹെവി ആയിട്ട് തിളക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് ഇടും. കാരണം അല്ലെങ്കിൽ പൊട്ടി തറച്ച് തവിട് പൊടിയാവും ഇവിടെ. യെസ്, ദേ ഒന്നാമത് വെന്തിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ കുറച്ചും കൂടി വേവാക്കണം ഒരു രസത്തിന്, ഒരു മുരുവരിപ്പിട്ടാണ് കിട്ടട്ടെ. യെസ്, ദേ മുട്ടക്കാര് ഏകദേശം സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നമ്മുടെ മസാല ആഡ് ചെയ്യും. നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് ഈ മുട്ടയ്ക്ക് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല അല്ലേ അത് ആഡ് ചെയ്യാണ്. യെസ്, അയ്യോ, ഇത് നമ്മളിങ്ങനെ വയറ്റി ഇത് പയ്യെ ചെറുതായിട്ട് ഡ്രൈ ആക്കി എടുക്കും. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു രീതി ആവണത്. റെഡി ആയി വരേണ്ട സാധനം. നല്ല ഇതിൽ കാറ്റുണ്ട്, നല്ല മഴയ്ക്കുള്ള കോളുമുണ്ട്. ഇതിപ്പോൾ റെഡിയാവും. മഴ വീണതിന് മുമ്പ് നമുക്കിത് കഴിച്ച അഭിപ്രായം പറയാം. അയ്യോ, അതേ റെഡിയായി വരുന്നുണ്ട്. നമ്മുടെ കാടമുട്ട അൽഫാം റെഡിയായി വരുന്നുണ്ട്. ഇതിനി സർവ് ചെയ്ത് നമുക്ക് കഴിച്ചു നോക്കാം. അയ്യോ, കാണാൻ തന്നെ രസം നോക്കി. അടിപൊളി. അയ്യോ, എൻ്റെ പിന്നെ പുക അടിക്കണ പോകത്തേക്ക് ഇതിൻ്റെ മണവും അടിച്ചു തരണ്ടേ. നല്ല മണമാണ്. ഇങ്ങനെ സൂപ്പർ സാധനം തോന്നുന്നത്. ഇതിപ്പോൾ തന്നെ പറയാം അഭിപ്രായം കഴിച്ചു നോക്കിയിട്ട്. യെസ്, നമ്മുടെ കാടമുട്ട അൽഫാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കഴിച്ചു നോക്കിയിട്ട് ചിലപ്പോൾ അഭിപ്രായം പറയാം കേട്ടോ. എനിക്ക് മണം അടിച്ചിട്ട് നല്ല സൂപ്പറാണ് തോന്നണേ. ഇതിപ്പോൾ പറയാവേ. ഇച്ചിരി മസാല കൂടി എടുത്തിട്ട് അടിപൊളി. ആ മിൻറ്റിൻ്റെ മല്ലിയുടെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് കയറിയുണ്ട്. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം പറയേണ്ടതാണ്. സൂപ്പർ. അയ്യോ, ഒന്നും പറയാനില്ല. അടിപൊളി.